ഹലോ എവരിവൺ, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നുണ്ടല്ലോ, ഇന്ന് എൻ്റെ കൂടെ രണ്ടുപേരും കൂടി ഉണ്ട്. ബാ, ഇവർ രണ്ടുപേരും എൻ്റെ കസിൻസ് ആണ്. പേര് പറ. ശ്രുതി, സഹാന. ഇവർ രണ്ടുപേരും എൻ്റെ കസിൻസ് ആണ്, എൻ്റെ സിസ്റ്റേഴ്സ് ആണ് രണ്ടുപേരും. ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ഒരു ഔട്ടിങ്ങിന് പോവാണ്. ചുമ്മാ ഒരു ഡേ ഔട്ട്, ജസ്റ്റ് ചുമ്മാ ഒരു ഡേ ഔട്ട്. അപ്പൊ ഞങ്ങളിപ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല, ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പോകണം. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. എന്റെ കൂടെ അതെ അമ്മ ഉണ്ട് കേട്ടോ. എന്ത് നോക്കാതിരിക്കോ, ഒന്നും പറയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഒന്നും മിണ്ടുന്നില്ല. ഹലോ ഹലോ കഴിക്കാൻ പോണ്ടേ? എനിക്കും വിശക്കുന്നു. നല്ല ചൂടുണ്ട്, ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ല. ഊബർ വരാൻ കുറച്ച് സമയങ്ങളുള്ളൂ. അപ്പൊ ഇനി ഫുഡ് കഴിക്കാം, വിശന്നിട്ട് പോയി. നമ്മുടെ സ്ഥിരം സ്പോട്ടായ ലുലുവിലോട്ട് എത്തി കേട്ടോ. ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. പിന്നെ കുറച്ച് നേരം ഇവിടെ ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചു. അപ്പം ഫുഡ് കഴിക്കാൻ പോവാ അല്ലേ, ലഞ്ച് കഴിക്കാനായിട്ടാണ് പോണത്. കഴിക്കാൻ പോവാം. ക്യാമറ ഷൈ ആവുന്നുണ്ട്, കുറച്ച് കഴിയുമ്പോ ശരിയാവും. ഞങ്ങൾ വിചാരിച്ച പാരഗണിന്ന് ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ, പക്ഷെ പാരഗണിലോട്ട് തിരക്ക്, 3 ഫ്ലോറിലും തിരക്കാം. ഭയങ്കര ക്യൂ. എന്തായാലും ഒരു ഹാഫ് ആൻ അവർ കൂടുതൽ അവിടെ വെയിറ്റിംഗ് ഉണ്ടെന്നാ പറഞ്ഞത്. പിന്നെ അത്ര നേരം വിശന്നിരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ തന്നെ 2 മണി കഴിഞ്ഞു, 2:30 ആവും. അപ്പൊ പിന്നെ അത്ര നേരം വിശന്നിരിക്കാൻ ഇച്ചിരി പോസിബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ഫുഡ് കോർട്ടിലോട്ട് പോകാൻ വിചാരിച്ചു. പിന്നെ അവിടെ ചെന്നിട്ട് എന്താ ഉള്ളതെന്ന് വെച്ച് നോക്കാം. അപ്പൊ ഫുഡ് കോർട്ടിൽ കൂടെയാണ് നമ്മൾ നടക്കുന്നത്. ഭയങ്കര തിരക്ക്, ഫുൾ പാക്ഡ് ആണ്. ഇന്ന് വെനസ്ഡേ ആണ്, എന്നിട്ടും ഇത്രയും തിരക്ക്. ചിലപ്പോ ഇപ്പം അവധി ടൈം അല്ലേ, വെക്കേഷൻ ടൈം ആയതുകൊണ്ടായിരിക്കും ഇത്രയും തിരക്ക്. ഭയങ്കര തിരക്ക്. മൊത്തം ഇരിക്കാൻ പോലെ സ്ഥലം കിട്ടണില്ല. അത് തപ്പിയിട്ടൊന്നും കിട്ടുന്നില്ല. നോക്കട്ടെ, വിശക്കുകയും ചെയ്യുന്നു. ഇനിയിപ്പം എന്ത് ചെയ്യുമെന്തോ നോക്കാം. എവിടെയെങ്കിലും സീറ്റ് ഉണ്ടോ? കറക്റ്റ് വന്നപ്പോ സ്ഥലം കിട്ടി. കറക്റ്റ് ചുമ്മാ ഇങ്ങോട്ട് കയറിയപ്പോ തന്നെ സ്ഥലം കിട്ടി. ഇനിയിപ്പോ പോയി പോലെ ഓർഡർ ചെയ്യട്ടെ. നമ്മള് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് പാരഗണിന്ന് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ, പാരഗൺ എന്ന സൽക്കാരം അവിടെ ഉണ്ട്, ഫുഡ് കോർട്ട്. അപ്പം സൽക്കാരയിൽ നിന്നാണ് സംഭവം ഓർഡർ ചെയ്ത് ബിരിയാണി ഓർഡർ ചെയ്ത്. അവിടുത്തെ ഫേമസ് ബിരിയാണിയാണ്. പിന്നെ ഉച്ചയ്ക്ക് വന്ന ബിരിയാണി കഴിക്കണമെന്നാണല്ലോ ഒരു ഇത്. ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തു. ഇനിയിപ്പോ ഫുഡൊക്കെ കഴിക്കാം അല്ലേ. 10 മിനിറ്റ് എടുക്കും, എന്തായാലും കുറച്ച് സമയം എടുക്കും. കാരണം നല്ല തിരക്കുണ്ട് മൊത്തത്തിൽ. നമ്മളിപ്പോ ഓർഡർ ചെയ്ത് ബിരിയാണി എത്തി കേട്ടോ. ചിക്കൻ ബിരിയാണിയും പിന്നെ മിന്റ് ലൈം ഓർഡർ ചെയ്ത് എല്ലാരും കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ചൂട് ബിരിയാണി കേട്ടോ. അതിന്റെ കൂടെ കുറച്ച് പീസും ചൂട്, നല്ല ചൂടുണ്ട്. ചമ്മന്തിയും സാലഡും ഒക്കെ കൂട്ടി നമ്മുടെ പപ്പടവും ഉണ്ട് കേട്ടോ. പപ്പടവും കുറച്ചെടുത്ത്, കുറച്ചൊന്നും തണുത്തു പോയിട്ടോ പപ്പടം. പക്ഷെ ചോറും ഇതിന്റെ കൂടി ബിരിയാണി കഴിക്കാം. ചൂട് ബിരിയാണി കേട്ടോ. അടിപൊളി. ഏറ്റവും നല്ല ബിരിയാണി കിട്ടുന്നത് പാരഗണിലെയാണ്. അത് സൽക്കാര പാരഗണിന്റെ തന്നെയാണ്, അതുകൊണ്ടാണ് അത് നല്ല ബിരിയാണി. അടിപൊളി അടിപൊളി. അത് നന്നായിട്ട് വിശന്നിരിക്കുമ്പോഴത്തേക്കും കഴിക്കുമ്പോ സൂപ്പറായിട്ട് ചൂട് ബിരിയാണി. എപ്പടി എങ്ങനെയുണ്ടടാ? ക്യാമറ ഷൈ ആയിട്ടുള്ള അമ്മ. ഈ ബിരിയാണി കഴിച്ച് കഴിയുമ്പോ മിന്റ് ലൈമും അല്ലെങ്കിൽ ലൈം ജ്യൂസ് കുടിക്കുമ്പോ ഭയങ്കര സുഖമല്ലേ. നമ്മളിപ്പം ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു മധുരമൊക്കെ വേണം അല്ലേ. അപ്പൊ അതെ, നമ്മള് മെക്ഡൊണാൾഡ്സിലാണ് കേട്ടത്. മെക്ഡൊണാൾഡ്സിന്റെ ആപ്പില് നമുക്കിങ്ങനെ ഒരു സംഭവം ഓഫറൊക്കെ കിട്ടും. അപ്പൊ ഇവിടുത്തെ സോഫ്റ്റ് സെർവ് അറിയാമല്ലോ, ഇവിടുത്തെ ഐസ്ക്രീം. അപ്പൊ ഇതുപോലെ നമുക്കിങ്ങനെ കുറെ ഓഫേഴ്സ് കിട്ടും. നല്ല വിലക്കുറവിന് നമുക്ക് മെക്ഡൊണാൾഡ്സിന് ഫുഡ് വാങ്ങിക്കാൻ പറ്റും. അപ്പം മെക്ഡൊണാൾഡ്സിന്റെ ആപ്പ് ഇവിടെ ഡൗൺലോഡ് ചെയ്താൽ ഇവിടെ നമുക്ക് റെഡീം ചെയ്തിട്ട് ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് സോഫ്റ്റ് സെർവ് വാങ്ങിക്കാൻ പോകാം. നമ്മള് ചോക്ലേറ്റ്സ് വാളാണ് വാങ്ങിച്ചിരിക്കുന്നത്.
ചോക്ലേറ്റ്സ്. അതെ, ചുമ്മാ ഇവിടുത്തെ മൊമോസിൽ ഇവിടെ നല്ല 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 സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടി നമുക്ക് ചുമ്മാ മൊമോസിലോട്ട് കയറാം. എവർക്കും എന്തൊക്കെയോ ചുമ്മാ സാധനങ്ങളൊക്കെ നോക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം സാധനങ്ങളൊക്കെ നമുക്ക് നോക്കേ മൊമോസിൽ കയറാം. എന്ത് ക്യൂട്ടാണ് അല്ലേ? ഇത് ഫാനാണ്. ഇവിടെ ലുലുവില് VR ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോഴാ അറിയണേ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്. കൊള്ളല്ലേ? അതിൽ കൂടെ കാണാൻ പറ്റും. ഓ ഓക്കെ, അമ്മ കേട്ടോ, നമുക്കൊരു എന്റെ അമ്മൂനെ കെട്ടിടാം. എന്തായാലും കൊള്ളാം. VR ഒക്കെ ഇവിടെ അടിപൊളി. ഇപ്പൊ തൽക്കാലം അതിനകത്ത് കയറാനുള്ള ഇതെല്ലാം കഴിച്ചു. അതിനൊക്കെ തന്നെ നമുക്ക് ഇവിടെ ഇറങ്ങി ഇരിക്കാം. പാലക്കാട് വെച്ച് അമ്പലയും ഞാനും കൂടെ ഒരു ബസ്സിലിട്ടു. അപ്പൊ എന്തൊക്കെ പറഞ്ഞു ചേച്ചിക്ക് ഇഷ്ടമുള്ളത് അവര് ഉടമസ്ഥനാ, അറിയാം അമ്പലിക്കാർ. അപ്പൊ ഞാൻ എങ്ങനെയാ ഇത് തിരിച്ചു നോക്കിയാൽ മതി. പിന്നെ എങ്ങനെ നോക്കും അവര് അലുവ തന്നെ. അങ്ങനെ എല്ലാത്തിൽ നിന്നും തന്നു കഴിഞ്ഞാൽ എനിക്ക് വയറ് അറിഞ്ഞൊന്നും വേണ്ട. ഇലാച്ചി ചായ, പിന്നെ ഫിൽറ്റർ കോഫി, പിന്നെ നമ്മുടെ പിസ്താഷ്യോ കുനാഫ ചോക്ലേറ്റ് പേസ്ട്രി. ഇത് ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആണ്. ഒരു ഇപ്പോഴത്തെ മറ്റേ ദുബായ് ചോക്ലേറ്റ് ഒക്കെ ട്രെൻഡ് ആയിട്ടിരിക്കുമ്പോ ഇത് നല്ലൊരു അടിപൊളി ഒരു സംഭവം കേട്ടോ. ഞാൻ ഈ ബില്ലും പിടിച്ച് എന്തായിരിക്കും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. മറ്റേ ആ പോയിന്റ്സ് റെഡീം ചെയ്യുന്ന കാര്യം ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലുലു ഹാപ്പിനെസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അതില് നമ്മള് ലുലുവിന്റെ അകത്തുള്ള ഏത് കടയിൽ നിന്ന് എന്ത് വാങ്ങിച്ചാലും അതിന്റെ ബില്ല് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് റിവാർഡ് പോയിന്റ്സ് കിട്ടും. അപ്പം മാക്സിമം നിങ്ങൾ ഇവിടെ വരുമ്പം നമ്മൾ കൊടുക്കുന്ന പൈസക്ക് ഇത് കുറച്ചുകൂടെ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം. അപ്പൊ ബില്ല് വാങ്ങിക്കുക, അത് അപ്ലോഡ് ചെയ്യുക, നമുക്ക് റിവാർഡ് പോയിന്റ്സ് കിട്ടും. ആ പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് ഒന്നെങ്കിൽ റെഡീം ചെയ്ത്, ഇപ്പൊ നമ്മള് എന്താ പറയാ ഹൈപ്പറിലൊക്കെ സാധനം വാങ്ങിച്ചു കഴിയുമ്പോൾ നമുക്ക് പോയിന്റ്സ് ഒക്കെ റെഡീം ചെയ്തിട്ട് പൈസയൊക്കെ കുറച്ചൊക്കെ കിട്ടും. അപ്പൊ അങ്ങനെ കുറെ പേർക്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ലുലു ഹാപ്പിനെസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാം. ഇത് കുനാഫ പിസ്താഷ്യോ ചോക്ലേറ്റ് പേസ്ട്രി. ഇവിടെ മറ്റേ ദുബായ് ചോക്ലേറ്റിന്റെ ഒരു ഇതില്ലേ അതുപോലത്തെ പേസ്ട്രിയാണ്. കഴിച്ചു കഴിച്ചു. ഇവിടെ വരുവാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. ഇത് കോഫി കപ്പാണ് ലുലുവിന്റെ.
നല്ല ഇങ്ങനെ കോഫി ഒക്കെ കുടിച്ച് ഇനിയിപ്പോ നമുക്ക് ലുലുവിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് വേറൊരു സ്ഥലത്തിൽ കൂടെ പോകണല്ലോ. നമുക്ക് കറങ്ങാനൊക്കെ ആയിട്ട് ഒരു സ്ഥലത്തും കൂടെ പോകാം. അപ്പൊ നമുക്ക് ക്വീൻസ് വേയിലോട്ട് പോകാം. ഇന്നേരം ഞങ്ങൾ പോയിട്ടില്ല. കാരണം അത് വന്നിട്ട് ഇത്ര നാളായെങ്കിലും ഇതുവരെ ക്വീൻസ് വേയിലോട്ട് പോയിട്ടില്ല. അപ്പം ക്വീൻസ് വേയിലോട്ട് പോയിട്ട് വരാം. നമ്മളിത് ക്വീൻസ് വേയിലെത്തി. എത്ര നേരത്തെ യാത്രക്ക് ശേഷമാണ് ഒരു പരിവായി മടുത്ത്. എങ്ങനെങ്കിലും ആ അറിയണം യാത്ര ചെയ്ത്. അയ്യോ ഭയങ്കര ബ്ലോക്ക് വരുന്നു. അതാ ഞങ്ങള് ചോദിച്ചിടയ്ക്ക് വഴിയൊക്കെ തെറ്റിയോ കഴുത്തുവേദന എടുക്കുന്നു. പക്ഷെ വന്ന് കണ്ടപ്പോ പൈറ്റിന് പോകത്ത് ഭയങ്കര ഭംഗിയായിരുന്നു. സൺസെറ്റ് ആയി. സൺസെറ്റിന് വരണമെന്നായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തെ സൺസെറ്റ് കഴിയാറായിട്ടെത്തി. അതെ കഴിഞ്ഞു പോയി പുള്ളിയുടെ പാട്ടിന് പോയി. ഡ്യൂട്ടി കഴിഞ്ഞ് പോയി. പക്ഷെ നല്ല കാറ്റൊക്കെ ഉണ്ട്. കാറ്റും വെള്ളമൊക്കെ കാണുമ്പോഴത്തേക്കും പിന്നെ ഇത്രയും വന്നതിന്റെ ഒക്കെ ഫ്രസ്ട്രേഷൻ അങ്ങ് മാറും. അതെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്തിനാ വരുന്നേ? ഇവിടെ വന്ന് വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ അതെ രസം. അല്ല മുഴുവൻ മുൻപ് വന്നിട്ടുണ്ടോ? ഇതെന്ന് പറഞ്ഞാല് ഇപ്പം 3 ജനറേഷൻ ഉണ്ട് ഈ ഒരു വെച്ചിലിരിപ്പ്. ഞങ്ങൾ 3 മോൻ. ഇവിടെ ഐ ലവ് കൊച്ചി എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പുറത്ത് കുറേ കടകളുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഒരു കുട്ടി ഡേ ഔട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോ ഞങ്ങള് വീട്ടിൽ പോവാണ്. ശ്രുതിയെ കാണുന്നില്ലല്ലോ. അപ്പം ശ്രുതിയും സഹാനയും അമ്മയൊക്കെ ഇനി തിരിച്ച് വീട്ടിൽ പോവാണ്. ഒരു ചെറിയൊരു കസിൻസ് ഡേ ഔട്ട്, ഗേൾസ് ഡേ ഔട്ട് അല്ലേ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ.